ഹായ് ഓൾ, എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ബലം എന്നുള്ള ടോപ്പിക്കിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുവാണ്. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് എന്ത്? സാന്ദ്രതയല്ല, പിണ്ഡമാണോ ഭാരമാണോ? ഭാരമാണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. നമുക്കറിയാം ഭാരം W is equal to mass into acceleration due to gravity. അതായത് mg ആണ്. W is equal to mg ആണ്. ഭാരത്തിൻ്റെ ഇക്വേഷനാണ്. m എന്താണ്? m മാസ്സാണ്. g ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അഥവാ ഭൂഗുരുത്വ ത്വരണം എന്ന് നമുക്ക് പറയാം. ജീൻ്റെ വാല്യൂ ഒക്കെ എല്ലാവർക്കും അറിയാലോ. 9.8 ആണ് ജീൻ്റെ വാല്യൂ. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. കാരണം ആക്സിലറേഷൻ ആണല്ലോ, അതുകൊണ്ട് തന്നെ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലാണ് നമ്മൾ പറയുക. 9.8 മീറ്റർ പെർ സെക്കൻഡ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ ജീൻ്റെ വാല്യൂ ഭൂമധ്യരേഖാ പ്രദേശത്ത് അല്ല, ഭൂമിയിലെ എല്ലാ ഭാഗത്തും ഒരുപോലെയാണോ? അല്ല. ഇനി ധ്രുവപ്രദേശത്ത് വേറെയും ഭൂമധ്യരേഖാ പ്രദേശത്ത് വേറെയുമാണ്. അതായത് ധ്രുവപ്രദേശങ്ങളിൽ ജീൻ്റെ വാല്യൂ ഏകദേശം വരുന്നത് 9.83 ആണെങ്കിൽ ഭൂമധ്യരേഖാ പ്രദേശത്ത് വരുന്നത് 9.78 ആണ്. ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ധ്രുവപ്രദേശങ്ങളിലാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടുതലുള്ളത്. അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇക്വേഷനാണ് Gm/r² എന്ന് പറയുന്നത്. ജി കാണാനുള്ള ഒരു ഇക്വേഷനാണ്. ഇതൊന്നും പഠിക്കാൻ കഴിയാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ട് വലിയ വിരോധമൊന്നുമില്ല, എന്നാലും മനസ്സിലാക്കാൻ വേണ്ടി പറയുവാണ്. ജി കാണാനുള്ള ഇക്വേഷനാണ് Gm/r². ഈ r എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഭൂമിയുടെ റേഡിയസ് ആണ്, ഭൂമിയുടെ ആരം അഥവാ റേഡിയസ് ആണ്. ഈ ക്യാപിറ്റൽ എം അപ്പോൾ എന്തായിരിക്കും? ഭൂമിയുടെ മാസ്സായിരിക്കും. ഭൂമിയുടെ മാസ്സാണ്. ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റൻ്റ് ആണ്. ഭൂഗുരുത്വാകർഷണ സ്ഥിരാങ്കം എന്ന് നമ്മൾ പറയും. ഒന്നുകൂടി പറയാം. സ്മോൾ g is equal to ഇതിൽ എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിയുടെ മാസ്സാണ്. ഭൂമിയുടെ മാസ്സും ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിയുടെ റേഡിയസും ആണ്. ഓക്കെ ആണോ? ഇതിനകത്തു നിന്നാണ് നമുക്ക് ജീൻ്റെ വാല്യൂ ആക്ച്വലി കിട്ടുന്നത്. ജീൻ്റെ മൂല്യം എത്രയാണ്? 9.8. യൂണിറ്റ് പറയൂ. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഭൂമി നമ്മളിങ്ങനെ ഷേപ്പ് വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പല്ലേ വരുന്നത്. ഇങ്ങോട്ട് റേഡിയസ്, ഇതും റേഡിയസ് തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈ ധ്രുവത്തിലേക്ക് വരയ്ക്കുമ്പം r കുറവാണ്. ഇതാണ് ധ്രുവം എന്ന് പറയുന്നത് അല്ലേ. ധ്രുവം ഇതാണ്. ഇങ്ങോട്ട് വരുന്നത് ഭൂമധ്യരേഖയാണ്, പ്രദേശമാണ്. അപ്പം റേഡിയസ് ധ്രുവപ്രദേശത്ത് കുറവാണ്. അതായത് ഡിനോമിനേറ്ററിൽ ആണല്ലോ r ഇരിക്കുന്നത്. r കുറവ് എവിടെയാണ് ഉള്ളത്? ഇവിടെയാണ് r കുറവ് വരുന്നത്, ധ്രുവപ്രദേശത്ത്. അപ്പോൾ ഇവിടെ കുറയുമ്പം ഇവിടെ കൂടുകയല്ലേ ചെയ്യുക അല്ലേ? ഒരു ഭിന്നസംഖ്യ എടുക്കുന്ന സമയത്ത് അതായത് ഈ r ഇവിടെ കുറഞ്ഞാൽ ഈ g ഇവിടെ കൂടുകയാണ് ചെയ്യുക. അതെ, വിപരീത അനുപാതത്തിലാണ്. അതുകൊണ്ടാണ് ധ്രുവപ്രദേശങ്ങളിൽ എന്ത് കൂടാൻ കാരണം? ജീൻ്റെ വാല്യൂ കൂടാൻ കാരണം. ജീൻ്റെ വാല്യൂ 9.83 ആണ് ധ്രുവപ്രദേശത്ത് വരുന്നത്. ഓക്കെ, ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് റേഡിയസ് എന്താണ്? കൂടുതലാണ്. അപ്പോൾ ഇവിടെ റേഡിയസ് കൂടുമ്പം ഈ ജീൻ്റെ വാല്യൂ ഇവിടെ എന്താ ചെയ്യുക? കുറയുകയാണ് ചെയ്യുക. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത്രയൊന്നും വേണ്ട. അങ്ങനെ ആലോചിച്ച് വെച്ചാൽ നമുക്കിത് കൺഫ്യൂഷൻ വരില്ല. ഈ ഇക്വേഷൻ്റെ അകത്ത് നിന്ന് ആറിൻ്റെ വാല്യൂ കൂടുകയും കുറയുകയും ചെയ്യുമ്പം ജീൻ്റെ വാല്യൂക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് അറിയുന്ന ഒരാൾക്ക് അത് ഡൗട്ട് വരില്ല. ഓക്കെ, ഇനി പറയാം. ധ്രുവപ്രദേശത്ത് ജീൻ്റെ വാല്യൂ കൂടുതലായതിനാൽ നമുക്കറിയാം W is equal to m into g ആണ്. അപ്പോൾ ജി കൂടുമ്പം ഭാരവും കൂടും. അതുകൊണ്ടാണ് ധ്രുവപ്രദേശങ്ങളിൽ വസ്തുവിൻ്റെ ഭാരം കൂടുതലായിരിക്കും. ഭൂമധ്യരേഖാ പ്രദേശത്ത് വസ്തുക്കളുടെ ഭാരം കുറവായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഭൂകേന്ദ്രത്തിൽ വസ്തുക്കളുടെ ഭാരം 0 ആയിരിക്കും. ഓക്കെ, ഭൂമിയുടെ ഉള്ളിലേക്ക് പോകും തോറും എന്താ സംഭവിക്കുന്നത്? ഗുരുത്വാകർഷണ ബലം കുറഞ്ഞാ വരിക. ഇനി ഉപരിതലത്തിൽ നിന്നും മുകളിലേക്ക് പോവുകയാണെങ്കിലോ ഭൂഗുരുത്വാകർഷണ ബലം കുറയുകയാണ് ചെയ്യുക.
അപ്പോൾ ഉപരിതലത്തിലായിരിക്കുമ്പോഴാണ് ഒരു വസ്തുവിന് എന്ത് സംഭവിക്കുന്നത്, ഏറ്റവും കൂടുതൽ ഭൂഗുരുത്വാകർഷണ ബലം ഉണ്ടാവുന്നത്. അപ്പം ഭൂമിൻ്റെ ഉള്ളിലേക്ക് പോകുന്തോറും ഭൂഗുരുത്വാകർഷണ ബലം കുറയുന്നു. ഇത് ഉപരിതലമാണെങ്കിൽ ഉപരിതലത്തിന് മുകളിലേക്ക് പോകുന്തോറും എന്ത് സംഭവിക്കുന്നു, ഭൂഗുരുത്വാകർഷണ ബലം കുറയുന്നു. ഉപരിതലത്തിലാണെങ്കിലോ വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭൂഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്നു. ഓക്കെ, അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. താഴെ തന്നിരിക്കുന്നതിൽ സമ്പർക്ക ബലം ഏതാണ്? അപ്പം നമുക്ക് എന്തൊക്കെ അറിയാം? സമ്പർക്ക ബലവും അറിയാം, സമ്പർക്കരഹിത ബലവും അറിയാം. ഇതിൽ ഓരോന്ന് നോക്കി നോക്കൂ. കാന്തിക ബലം സമ്പർക്ക ബലമാണോ? അല്ല. ഗുരുത്വാകർഷണ ബലം സമ്പർക്ക ബലമാണോ? അല്ല. ഘർഷണ ബലം. ഘർഷണ ബലം എന്താണ്? ആദ്യം ഘർഷണ ബലം എന്താണെന്ന് നമുക്കറിയണം. അപ്പം ഒരു പ്രതലം മറ്റൊരു പ്രതലത്തിലൂടെ ചലിക്കുമ്പോഴോ അല്ലെങ്കിൽ ചലിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ ആ ഒരു ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന തരത്തിൽ ആ പ്രതലത്തിന് സമാന്തരമായിട്ട് ഇവിടെ അനുഭവപ്പെടുന്ന ഒരു ബലമാണ് ഘർഷണ ബലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഘർഷണ ബലം സമ്പർക്കത്തിൽ വരുമ്പോഴാണല്ലോ സംഭവിക്കുക. രണ്ട് വസ്തുക്കൾ തമ്മിൽ സമ്പർക്കത്തിൽ വരുമ്പോഴാണ് ഘർഷണ ബലം സംഭവിക്കുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. ഘർഷണ ബലം എന്താണ്? ഒരു സമ്പർക്ക ബലമാണ്. അപ്പോൾ സമ്പർക്ക ബലം എന്ന് പറഞ്ഞാൽ എന്താ? വസ്തുക്കൾ തമ്മിൽ പരസ്പരം സമ്പർക്കത്തിലൂടെ പ്രയോഗിക്കപ്പെടുന്നതാണ് സമ്പർക്ക ബലം. വേറെ എക്സാമ്പിൾ ഏത് പറയാം? വിസ്കസ് ബലം, പ്രതല ബലം, പിന്നെ ഘർഷണ ബലം. ഇതൊക്കെ സമ്പർക്ക ബലമാണ്. അപ്പോൾ സമ്പർക്കരഹിതം എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് വസ്തുക്കളുമായിട്ട് സമ്പർക്കം ഇല്ലാതെ ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലത്തിനെയാണ് നമ്മൾ സമ്പർക്കരഹിത ബലം എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഈ പറഞ്ഞതെല്ലാം. കാന്തിക ബലം, ഗുരുത്വാകർഷണ ബലം, ന്യൂക്ലിയർ ബലമൊക്കെ സമ്പർക്കരഹിത ബലത്തിന് ഉദാഹരണങ്ങളാണ്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം. സൈക്കിൾ ചക്രത്തിൻ്റെ ആക്സിലിൽ എണ്ണയിടുന്നത് എന്തിനാണ്? എന്തിനാണ്? ഘർഷണ ബലം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഘർഷണ ബലം കൂട്ടാൻ വേണ്ടിയിട്ടും നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതെന്താ? അതിനൊരു ഉദാഹരണം പറഞ്ഞേ. വാഹനത്തിൻ്റെ ടയറുകളിൽ ചാലുകളും കട്ടകളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതൊക്കെ രൂപപ്പെടുത്തുന്നത് എന്തിനാ? ഘർഷണം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ അത്ലറ്റിൻ്റെ ഷൂസിൽ സ്പൈക്സ് ഘടിപ്പിച്ചിട്ടില്ലേ? അതെന്തിനാ? ഘർഷണം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവിടെ നമ്മൾ എന്താ പഠിച്ചത്? ആക്സിലിൽ എണ്ണ ഇടുന്നു. അപ്പോൾ എണ്ണ എന്താണ്? ഒരു സ്നേഹകമാണ്. സ്നേഹകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഘർഷണം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ സ്നേഹകങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഖരാവസ്ഥയിലുള്ളൊരു സ്നേഹകമാണ് ഏത്? എപ്പോഴും പഠിക്കുന്നതാണ് ഗ്രാഫൈറ്റ്. ഖരാവസ്ഥയിലുള്ള ഒരു സ്നേഹകമാണ്. ഇനി നമുക്കറിയാം ഈ ഘർഷണം കൊണ്ട് നമുക്ക് ഗുണമുണ്ട്, ദോഷമുണ്ട്. ഓക്കെ, അതിലേറ്റവും വലിയൊരു ഗുണമാണ് എന്ത്? നമുക്ക് നടക്കാൻ സാധിക്കുന്നത് അല്ലേ? നടക്കാൻ സാധിക്കുന്നത് ഘർഷണ ബലം ഉള്ളതുകൊണ്ടാണ്. അതേപോലെ നമുക്ക് എന്തെങ്കിലും വസ്തുക്കളെ പിടിക്കാൻ സാധിക്കുന്നു. ഇതൊക്കെ ഘർഷണത്തിൻ്റെ ഗുണത്തിൽ വരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ദോഷങ്ങൾ എന്തൊക്കെയാണ്? ദോഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇത് തേയ്മാനം. യന്ത്രങ്ങളുടെ തേയ്മാനം അതിൽ വരുന്നതാണ്. അപ്പോൾ അതുമൂലം നമുക്ക് എന്തൊക്കെ സംഭവിക്കും? ഇന്ധനത്തിൻ്റെ പാഴ്ചെലവിലെ ഇന്ധനം ഒരുപാട് നഷ്ടപ്പെടും. ഓക്കെ, ഇതൊക്കെ ഇതൊക്കെ ഘർഷണത്തിൻ്റെ ദോഷങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? സ്നേഹകങ്ങൾ. പിന്നെന്ത്? വേറൊരു മെത്തേഡ് എന്താ? ധാരാരേഖിതമാക്കൽ എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് വസ്തുക്കളുടെ ആകൃതിയിൽ മാറ്റം വരുത്തുന്നതിനെയാണ് നമ്മൾ ധാരാരേഖിതമാക്കൽ എന്ന് പറയുന്നത്. ഏതുദാഹരണം പറയാം? ഈ വിമാനത്തിൻ്റെയും കപ്പലുകളുടെയൊക്കെ. വിമാനത്തിൻ്റെ മുൻഭാഗം കണ്ടിട്ടില്ലേ ഇങ്ങനെ? ഓക്കെ, അതൊക്കെ എന്താണ്? ധാരാരേഖിതമാക്കലിന് ഉദാഹരണമാണ്. കൂടുതൽ പറയുന്നില്ല. അടുത്ത ചോദ്യം. കടലിൽ നീന്തുന്നത് പുഴയിൽ നീന്തുന്നതിനേക്കാൾ എളുപ്പമാണ്. ഇത് നമുക്ക് തന്നെ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. കണ്ടിട്ടുണ്ടാവും. ഏതായിരിക്കും? കടൽ വെള്ളത്തിൽ തരംഗങ്ങളുള്ളത് കൊണ്ടാണോ? അല്ല. കടൽ വെള്ളത്തിൻ്റെ സാന്ദ്രത പുഴയിലെ വെള്ളത്തേക്കാൾ കൂടുതലാണ്. ശ്രദ്ധിക്കുക, കൂടുതലാണ്. അതാണ് ശരിയായ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ധ്രുവപ്രദേശത്ത് നിന്നും ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് പോകുന്തോറും ഭൂഗുരുത്വ ത്വരണത്തിൻ്റെ മൂല്യം എന്ത് സംഭവിക്കുന്നു? നമ്മൾ പഠിച്ചു, ധ്രുവപ്രദേശത്ത് നിന്ന് ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് പോകുന്തോറും എന്താ സംഭവിക്കുക?
ജീൻ്റെ വാല്യൂ കുറയുന്നു. ഓക്കെ, നമ്മൾ പഠിച്ചതാണ്, ഇനി പറയുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ, മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണമായ ബലം. ഗോളാകൃതിക്ക് കാരണമാവുന്നത് ഏതാ? പ്രതലബലം. ഓപ്ഷൻ എ പ്രതലബലം. ഓക്കെ, അടുത്ത ചോദ്യം. ഇത് ഞാൻ നേരത്തെ ആ വാല്യൂ ആണ്. ജീൻ്റെ വാല്യൂ ധ്രുവപ്രദേശത്തിൽ 9.83 ഭൂമധ്യരേഖ പ്രദേശത്ത് 9.78 ആണ്. ഇനി അടുത്ത ചോദ്യം, ലെഡ് തന്മാത്രകൾ ഗോളാകൃതിയിൽ കാണാൻ കാരണം എന്താണ്? അതും ഏത് തന്നെയാണ്? പ്രതലബലമാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പ്രതലബലം? സർഫസ് ടെൻഷൻ എന്ന് പറയും. അതായത് ദ്രാവകോപരിതലം അതിൻ്റെ വിസ്തീർണം പരമാവധി കുറയ്ക്കാൻ ഉളവാക്കുന്ന ബലത്തിനെയാണ് നമ്മൾ പ്രതലബലം എന്ന് പറയുന്നത്. മഴത്തുള്ളിയുടെ ഗോളാകൃതിക്ക് കാരണം, അതേപോലെ തന്നെ ഇപ്പം നമ്മൾ എന്ത് പറഞ്ഞു, ലെഡ് തന്മാത്രകൾ ഗോളാകൃതിയിൽ കാണപ്പെടുന്നു. പിന്നെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഇത്, ഷഡ്പദങ്ങൾക്ക് ജലോപരിതലത്തിൽ നടക്കാൻ സാധിക്കുന്നതിന് കാരണമായ ബലം ചോദിച്ചാലും പ്രതലബലം ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം, പ്രപഞ്ചത്തിലെ ഏറ്റവും ദുർബലമായ ബലം ഏതാണ്? പ്രപഞ്ചത്തിലെ ഏറ്റവും ദുർബലമായ ബലം ഓപ്ഷൻ ബി ഭൂഗുരുത്വാകർഷണ ബലമാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ശക്തിയുള്ളത് ഏതാ? ചോദ്യം വരും, അപ്പോൾ പറയാം. മൂന്നാമത്തെ ചോദ്യം, ഹൈഡ്രോളിക് പ്രസ്സിൻ്റെ പ്രവർത്തനത്തിന് ആധാരമായ നിയമം ഏതാണ്? ഏതാ? പാസ്കൽസ് നിയമം. അപ്പോൾ പാസ്കൽസ് നിയമം എന്താണ്? അതിന് ഉദാഹരണം പഠിക്കണം കേട്ടോ. പാസ്കൽ നിയമമൊക്കെ പഠിക്കുന്ന സമയത്ത് അതിപ്പം പാസ്കൽ നിയമം എങ്ങനെ പറയാം? ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. നമുക്ക് മർദ്ദം ഉപയോഗിച്ചിട്ട് ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കാൻ സാധിക്കില്ല. ഇതാണ് പാസ്കൽ നിയമത്തിൻ്റെ അടിസ്ഥാനം നമ്മൾ പറയുന്നത്. എന്താണ്? മർദ്ദം, അതായത് പ്രഷർ ഉപയോഗിച്ചിട്ട് നമുക്കൊരു ദ്രാവക വ്യൂഹത്തിൻ്റെ എന്ത് ചെയ്യാൻ സാധിക്കില്ല? വ്യാപ്തത്തിൽ മാറ്റം വരുത്താൻ, അതായത് വ്യാപ്തം കുറയ്ക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറയുന്നതാണ് പാസ്കൽ നിയമം. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ഹൈഡ്രോളിക് പ്രസ് തന്നെയാണ്. പിന്നെ നമുക്ക് ഡെയിലി ലൈഫിൽ പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ് ഫ്ലഷ് ടാങ്കിൻ്റെ പ്രവർത്തനം, അല്ലേ? ഫ്ലഷ് ടാങ്കിൻ്റെ പ്രവർത്തന തത്വം ചോദിച്ചാൽ പാസ്കൽ നിയമം ആണ് കേട്ടോ. ഓക്കെ, ഈ ഹൈഡ്രോളിക് ജാക്ക് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഹൈഡ്രോളിക് ജാക്ക് അതെന്താ? കാറ് കഴുകുന്ന സർവീസ് സ്റ്റേഷനുകളിലൊക്കെ കാർ ഉയർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു സംവിധാനം അല്ലേ, അതാണ് ഹൈഡ്രോളിക് ജാക്ക് എന്ന് പറയുന്നത്. അതൊക്കെ പാസ്കൽ നിയമമാണ് തത്വം. അപ്പം ഫ്ലഷ് ടാങ്കിൻ്റെ പ്രവർത്തനം തത്വം പറഞ്ഞു, പിന്നെ ഈ ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് പ്രസ്, ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഇതൊക്കെ പാസ്കൽ നിയമത്തിനെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ചോക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡിൽ വരച്ചാൽ ചോക്ക് കണങ്ങൾ ബോർഡിൽ പറ്റിപ്പിടിക്കുന്നു. ഇതിന് കാരണമായ ബലം ഏതാണ്? ഓപ്ഷൻ എ ആണ്, അഡിഷൻ ബലമാണ്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള രണ്ട് ബലങ്ങളാണ്, അഡിഷൻ ബലമുണ്ട്, കൊഹിഷൻ ബലമുണ്ട്. അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് വയ്ക്കുക, അഡിഷൻ ബലം എന്ന് എഴുതുമ്പോൾ നമ്മളിങ്ങനെ അടിപിടി എന്നൊക്കെ പറയൂലേ. അപ്പോൾ രണ്ട് വ്യത്യസ്ത ആളുകൾ വരുന്ന സമയത്താണ് അടിയും പിടിയൊക്കെ ഉണ്ടാവുക എന്ന് ആലോചിക്കുക. അപ്പോൾ അഡിഷൻ ബലം നമുക്ക് എങ്ങനെ പഠിക്കാം? വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെയാണ് നമ്മൾ അഡിഷൻ ബലം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കൊഹിഷൻ ബലം എന്തായിരിക്കും? ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെയാണ് നമ്മൾ കൊഹിഷൻ ബലം എന്ന് പറയുന്നത്. കൊഹിഷൻ എഴുതുമ്പോൾ ഇങ്ങനെയല്ലേ എഴുതുക? അപ്പോൾ കോപ്പറേഷൻ, അവർ തമ്മിൽ എന്തുണ്ട്? ഒരു കോപ്പറേഷൻ ഉണ്ട് എന്ന് ആലോചിക്കാം. അതായത് ഒരേ ഇനം തന്മാത്രകൾ തമ്മിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ആലോചിച്ച് വയ്ക്കാം? അഡിഷൻ ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അടിപിടി ആയിരിക്കും. അപ്പോൾ അവരെന്താണ്? വ്യത്യസ്ത ഇനം തന്മാത്രകളാണെന്ന് ആലോചിക്കാം. കൊഹിഷൻ ബലമാണെങ്കിൽ ഒരേ ഇനം തന്മാത്രകളാണെന്ന് ആലോചിക്കാം. ഉദാഹരണം എന്ത് പറയാം? ഒന്ന് ഇത് തന്നെ, ചോക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡിൽ വരച്ചാൽ ചോക്ക് കണങ്ങൾ അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നു. അതെന്തിന് ഉദാഹരണമാണ്? അഡിഷൻ ബലത്തിന് ഉദാഹരണമാണ്. അതേപോലെ തന്നെ പെൻസിൽ നമ്മൾ വെള്ളത്തിൽ മുക്കി ഇങ്ങനെ പൊന്തിച്ചു നോക്കുന്ന സമയത്ത് അതിൽ ജലം പറ്റിപ്പിടിച്ചിരിക്കുന്നു. അതും അഡിഷൻ ബലമാണ്. ഓക്കെ, പിന്നെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് നമ്മൾ നോട്ട് എണ്ണുന്ന സമയത്ത് കൈവിരലുകൾ ഇടയ്ക്കിടയ്ക്ക് നനയ്ക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തുപ്പൽ കൂട്ടും, അതല്ലേ? അങ്ങനെ ചെയ്യാറില്ലേ പലരും? അപ്പോൾ അതെന്താണ്? അഡിഷൻ ബലത്തിന് ഉദാഹരണമാണ്. ഓക്കെ, അത് മതി. കൊഹിഷൻ ബലത്തിന് എന്ത് ഉദാഹരണം പറയാം? ജലത്തിലെ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം എന്താണ്? കൊഹിഷൻ ബലമാണ്. ഓക്കെ, ഈ പ്രതലബലത്തിന് കാരണം ചോദിച്ചാൽ എന്താണ്?
കൊഹിഷൻ ബലമാണ്. നമ്മൾ ഈ ചേമ്പിൻ്റെ ഇലയിൽ ഇങ്ങനെ വെള്ളത്തുള്ളികൾ കാണാറില്ലേ? വെള്ളത്തുള്ളികൾ ഇങ്ങനെ എന്താ കൂട്ടം കൂടി ഇങ്ങനെ അവിടെയും ഇവിടെ ഒട്ടിച്ചാലൊക്കെ അത് ഒന്നിച്ച് ചേർന്ന് ഇങ്ങനെ നിൽക്കും. അപ്പോൾ അതെന്താണ്? കൊഹിഷൻ ബലമാണ്. ഓക്കെ, അപ്പോൾ അഡിഷൻ ബലവും കൊഹിഷൻ ബലവും പഠിച്ചു. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ സമ്പർക്ക ബലം അല്ലാത്തത് ഏത്? അപ്പോൾ സമ്പർക്ക ബലം എന്താണെന്ന് നമുക്കറിയാം. കോണ്ടാക്റ്റിൽ വരുന്നതാണ് സമ്പർക്ക ബലം. വിസ്കസ് ബലം, അതെ സമ്പർക്ക ബലം ആണ്. നമുക്ക് അല്ലാത്തതാണേ വേണ്ടത്. പ്രതല ബലം സമ്പർക്ക ബലം ആണ്. ഘർഷണ ബലം അതും സമ്പർക്ക ബലം തന്നെ. ന്യൂക്ലിയർ ബലം സമ്പർക്ക ബലമാണോ? അല്ല. അപ്പം നമ്മളോട് അല്ലാത്തതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ 5ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരിക ഓപ്ഷൻ സി 4 മാത്രം. ന്യൂക്ലിയർ ഫോഴ്സ് ഒരു സമ്പർക്ക ബലം അല്ല. 6ാമത്തെ ചോദ്യം, ഷഡ്പദങ്ങൾക്ക് ജലോപരിതലത്തിൽ നടക്കാൻ സാധിക്കുന്നതിന് കാരണമായ ബലം. നമ്മൾ ഓൾറെഡി പറഞ്ഞ ഏതാണ്? ഓപ്ഷൻ ബി പ്രതല ബലമാണ് ശരിയായ ഉത്തരം. 6ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി പ്രതല ബലം. 7ാമത്തെ ചോദ്യം, പ്ലവക്ഷമ ബലം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? അപ്പോൾ പ്ലവക്ഷമ ബലം പ്രധാനപ്പെട്ടതാണ്. അധികവും ചോദ്യം വരുന്ന ഒരു ഏരിയ ആണ്. ആരാണ്? ആർക്കിമിഡീസ് ആണ് പ്ലവക്ഷമ ബലം കണ്ടെത്തിയത്. അപ്പോൾ പ്ലവക്ഷമ ബലത്തിൻ്റെ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. എന്ത് പറയാം? നമുക്ക് എന്ത് പറയാം? ഒരു വസ്തു ഒരു ദ്രവത്തിൽ, ദ്രാവകം എന്നല്ല പറഞ്ഞത്, ദ്രവം എന്നാണ് പറഞ്ഞത്, അതായത് ഫ്ലൂയിഡ്, അതിൽ ഭാഗികമായിട്ടോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം ഏത് ദ്രവത്തിലാണോ ആ ദ്രവം നമ്മുടെ വസ്തുവിൽ മുകളിലേക്കൊരു ബലം പ്രയോഗിക്കുന്നു. ഇതാണ് പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും സ്കൂളുകളിൽ ചെയ്യിപ്പിക്കുന്ന ഒരു എക്സ്പെരിമെൻ്റ് ഏതാ? അത് ആലോചിച്ചാൽ മതി. ബക്കറ്റിൽ വെള്ളം എടുക്കുന്നു, അതിലൊരു പ്ലാസ്റ്റിക് കുപ്പി മൂടിയിട്ടിട്ട് നമ്മളിങ്ങനെ താഴ്ത്തി വെക്കുന്നു. എന്നിട്ട് കൈ വിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ കുപ്പി മുകളിലേക്ക് പൊന്തി വരും. അതാണ് എപ്പോഴും പ്ലവക്ഷമ ബലം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ കാണിക്കുന്നത്. അതാലോചിച്ചാൽ മതി. അപ്പം നമുക്ക് ഉദാഹരണം എന്ത് പറയാം? ഈ കപ്പൽ വെള്ളത്തിൽ മുകളിൽ പൊങ്ങിക്കിടക്കുന്നതും ഹൈഡ്രജൻ നിറച്ച ബലൂൺ വായുവിൽ ഉയർന്ന് പറക്കുന്നതൊക്കെ എന്താണ്? പ്ലവക്ഷമ ബലത്തിന് ഉദാഹരണമാണ്. അപ്പോൾ അത് കണ്ടെത്തിയത് ആരാണ്? ആർക്കിമിഡീസ് ആണ്. ഓക്കെ, ആ കഥയൊക്കെ എല്ലാവർക്കും അറിയാലോ. 8ാമത്തെ ചോദ്യം, ഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഏത് ഗ്രഹത്തിലാണെന്ന് ചോദിക്കുന്നത്. ഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് വ്യാഴത്തിലാണ് കേട്ടോ. ഓപ്ഷൻ എ വ്യാഴം. 9, മുടിയിൽ ഉരസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് ചെറിയ കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കാൻ കഴിയുന്നതിന് കാരണം. അത് നമുക്കറിയാം, സ്ഥിതവൈദ്യുത ബലമാണ്. ഓപ്ഷൻ ബി സ്ഥിതവൈദ്യുത ബലം. 10, പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം. ശ്രദ്ധിക്കുക, ഏറ്റവും ശക്തമായ ബലം ന്യൂക്ലിയർ ബലമാണ്. ഏറ്റവും വീക്കായിട്ടുള്ള അല്ലെങ്കിൽ ശക്തി കുറഞ്ഞ ബലം ഗുരുത്വാകർഷണ ബലവുമാണ്. അപ്പോൾ 10ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ ആണ്. 11ാമത്തെ ചോദ്യം, മഴത്തുള്ളിയുടെ ഗോളാകൃതിക്ക് കാരണം ഏതാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഓപ്ഷൻ എ പ്രതല ബലമാണ് ഉത്തരം. 12ാമത്തെ ചോദ്യം, താപനില വർദ്ധിക്കുമ്പോൾ ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റിക്ക് എന്താണ് സംഭവിക്കുക? അപ്പോൾ വിസ്കോസിറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലേ? അപ്പോൾ ദ്രാവകത്തിൻ്റെ താപനില കൂട്ടുകയാണ്. നമ്മൾ ചൂടാക്കുന്ന സമയത്ത് അതിൻ്റെ വിസ്കോസിറ്റിക്ക് എന്താ സംഭവിക്കുക? വിസ്കോസിറ്റി കുറയുകയാണ് ചെയ്യുക, കുറയുന്നു. ഓക്കെ, അതിൽ ഡൗട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ വിസ്കസ് ദ്രാവകമുണ്ട്, മൊബൈൽ ദ്രാവകമുണ്ട്. അതെന്താണെന്നറിയാവോ? വിസ്കസ് ദ്രാവകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ്കോസിറ്റി കൂടിയ ദ്രാവകങ്ങളെ വിസ്കസ് ദ്രാവകമെന്നും വിസ്കോസിറ്റി കുറഞ്ഞതിനെ നമ്മൾ മൊബൈൽ ദ്രാവകങ്ങൾ എന്നുമാണ് പറയുന്നത്. ഈ ഭാഗത്ത് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ. വിസ്കോസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? SI യൂണിറ്റ് എന്താ പറഞ്ഞേ? SI യൂണിറ്റ് ചോദിച്ചാൽ പാസ്കൽ സെക്കൻഡാണ്. പാസ്കൽ സെക്കൻഡാണ് SI യൂണിറ്റ്. അതിൻ്റെ CGS യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ പോയിസ് ആണ്. പോയിസ് ഏത്? CGS യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ പോയിസ് ആണ് കേട്ടോ. ഓക്കെ, വിസ്കോസിറ്റി കൂടിയ കുറച്ച് ദ്രാവകങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞേ. ഏതൊക്കെയാ? എപ്പോഴും നമ്മൾ പറയുന്നത് തന്നെ ഗ്ലിസറിൻ ഉണ്ട്, പിന്നെ ഏതുണ്ട്? തേനുണ്ട്. ഇതൊക്കെ വിസ്കോസിറ്റി കൂടിയതാണ്. വിസ്കോസിറ്റി കുറഞ്ഞതാണെങ്കിലോ ജലം, മണ്ണെണ്ണ, ആൽക്കഹോള്, അതൊക്കെ നമുക്കറിയാം. അപ്പോൾ ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റി താപനിലയ്ക്ക് അനുസരിച്ച് മാറുമോ ഇല്ലയോ? മാറും. താപനില കൂടുമ്പോൾ വിസ്കോസിറ്റി കുറയുന്നു. ഓക്കെ,
പക്ഷേ ശ്രദ്ധിക്കുക, ദ്രാവകത്തിൻ്റെതാണ് കുറയുന്നത്, വാതകത്തിൻ്റെത് കൂടുന്നു എന്നാണ് കേട്ടോ പറയുന്നത്. വാതകത്തിൻ്റെ വിസ്കോസിറ്റി കൂടുകയാണ് താപനിലയ്ക്കനുസരിച്ച് ചെയ്യുന്നത്. താപനിലയ്ക്കനുസരിച്ച് വാതകങ്ങളുടെ വിസ്കോസിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. ദ്രാവകത്തിൻ്റെതാണ് കുറയുന്നു. 12ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്തത് താഴെ പറയുന്നവയിൽ കേശികത്വ പ്രതിഭാസത്തിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? അപ്പോൾ കേശികത്വം എന്താണെന്ന് നമുക്കറിയാം. എന്താ കേശികത്വം? ഒരു നേരിയ കുഴലിലൂടെയോ അല്ലെങ്കിൽ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയൊക്കെ ദ്രാവകങ്ങൾ എന്ത് ചെയ്യാണ്, മുകളിലേക്ക് ഉയരുന്ന ഒരു പ്രതിഭാസത്തിനെയാണ് കേശികത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ശരിക്കും എന്തിനെതിരായിട്ടാണ് നടക്കുന്നത്? ഭൂഗുരുത്വ ആകർഷണത്തിന് എതിരായിട്ടാണ് ഈ ജലം സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ മുകളിലേക്ക് പോകുന്നത്. അതിനെയാണ് നമ്മൾ കേശികത്വം അല്ലെങ്കിൽ കേശിക ഉയർച്ച എന്നൊക്കെ പറയുന്നത്. അതിന് ഉദാഹരണങ്ങൾ നമുക്കറിയാം. ഇതിൽ പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. വിളക്കുതിരി എണ്ണ വലിച്ചെടുക്കുന്നു, ശരിയാണ്. ചുമരുകളിൽ മഴക്കാല നനവ് പടരുന്നത്, അതും ശരിയാണ്. ഒപ്പുകടലാസ് മഷി വലിച്ചെടുക്കുന്നത്, ശരിയാണ്. ചോക്ക് കണങ്ങൾ ബോർഡിൽ പറ്റിപ്പിടിക്കുന്നത്, അത് ഇവിടെയാണോ നമ്മൾ പഠിച്ചത്? അല്ല, നമ്മളത് എവിടെയാണ് പഠിച്ചത്? അഡിഷൻ ബലം പഠിച്ചപ്പോഴാണ് പഠിച്ചത്. അതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഉൾപ്പെടാത്തതായിരുന്നു ചോദിച്ചത്, അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം 14. ഉത്തോലക തത്വത്തിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. ഉത്തോലക തത്വം ആവിഷ്കരിച്ചത് ആരാണ്? അത് ആര് തന്നെയാണ്? ഓപ്ഷൻ എ ആർക്കിമിഡീസ് ആണ് ഉത്തോലക തത്വം ആവിഷ്കരിച്ചത്. 15ാമത്തെ ചോദ്യം, ഉത്തോലകം ഉപയോഗിച്ച് കീഴ്പ്പെടുത്തുന്ന ബലം. അപ്പോൾ നമുക്കറിയാം, അവിടെ നമുക്ക് 3 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. യത്നം, രോധം, ധാരം. പ്രതിരോധം പോട്ടെ. അപ്പം കീഴ്പ്പെടുത്തുന്ന ബലം, അതായത് നമ്മൾ എന്തിനെയാണോ കീഴ്പ്പെടുത്തുന്നത് അതിന് നമുക്ക് എന്ത് പറയാം? എന്താ പറയാം? ഓപ്ഷൻ ബി രോധം എന്ന് പറയും. ആൻസർ വരുന്നത് രോധമാണ്. അപ്പം ഓരോന്നും നമുക്കൊന്ന് പറയാം. അതായത് ഇപ്പോൾ കത്രിക പറയാം. ഇതെൻ്റെ കത്രികയാണെന്ന് വിചാരിക്കൂ. ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ടാവുമല്ലോ, ഇവിടെ ആയിരിക്കും ഞാൻ പേപ്പർ വയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആയിരിക്കും ഞാൻ എന്ത് കൊടുക്കുക? ഇവിടെയാണ് ഞാൻ ഫോഴ്സ് കൊടുക്കുക, അല്ലേ? ഞാൻ ഇവിടെ എൻ്റെ കൈ ഇവിടെയല്ലേ ഉണ്ടാവുക. അപ്പോൾ ആ ഭാഗത്താണ് നമ്മൾ എന്ത് പറയുന്നത്? നാം പ്രയോഗിക്കുന്ന ബലത്തിനെയാണ് നമ്മൾ യത്നം എന്ന് പറയുന്നത്. അപ്പോൾ യത്നം ഇവിടെയാണ് ഉള്ളത്. ഇനി ഈ നടുവിലെ പോയിൻ്റ് ഉണ്ടല്ലോ, അതിനെ നമുക്ക് എന്ത് പറയാം? ധാരം എന്ന് പറയാം. ധാരം എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഈ പേപ്പറിനെ നമുക്ക് എന്ത് പറയാം? രോധം എന്ന് പറയാം. രോധം, അതായത് ഇങ്ങനെ ആലോചിക്കുക, നമ്മൾ രോദനം എന്നൊക്കെ പറയില്ലേ? രോദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമമുള്ള എന്തോ കരച്ചിലോ, ഒരു അച്ഛൻ്റെ രോദനം എന്നൊക്കെ പറയുന്നേക്കാൾ. അപ്പോൾ ഈ കടലാസ് കഷ്ണത്തിനെ കത്രിക ഉപയോഗിച്ച് മുറിക്കുമ്പോൾ ഒരു കടലാസിൻ്റെ രോദനം എങ്ങാനും ആലോചിച്ച് വെച്ചാൽ മതി. അതുകൊണ്ട് നമ്മൾ എന്തിനാണോ കീഴ്പ്പെടുത്തുന്നത് അതിനെ നമ്മൾ രോധം എന്ന് പറയും. നമ്മൾ കൊടുക്കുന്ന ഫലം, അതായത് നമ്മൾ യത്നം എന്നുള്ള വാക്ക് അതാണെന്ന് അറിയാലോ, വലിയ കണക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫലത്തിനാണ് യത്നം എന്ന് പറയുന്നത്. ഇനി ധാരമാണെങ്കിലോ, ഈ ഒരു ഉത്തോലകം എന്താണോ അത് തിരിയുന്ന ആ ഒരു ആധാര ബിന്ദു ഉണ്ടല്ലോ, ആ ബിന്ദുവിനെയാണ് ധാരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ് രോധം. 16ാമത്തെ ചോദ്യം, ഉത്തോലകത്തിൽ നാം പ്രയോഗിക്കുന്ന ബലം. നമ്മൾ കൊടുക്കുന്ന ബലത്തിനെയാണ് എന്ത് പറയുന്നത്? യത്നം എന്ന് പറയുന്നത്. അതുകൊണ്ട് 16ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി യത്നം. ഇനി 1ാം വർഗ ഉത്തോലകം, അതിനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കോഡാണ്, എല്ലാവർക്കും അറിയുന്ന കോഡ് തന്നെയാണ്, ഡ്രൈ എന്ന് പറയുന്നത്. അപ്പോൾ 1ാം വർഗ ഉത്തോലകത്തിൽ ഡി ആയിരിക്കും നടുവിൽ, 2ാം വർഗത്തിൽ ആർ ആയിരിക്കും നടുവിൽ, 3ാം വർഗത്തിൽ വൈ ആയിരിക്കും നടുവിൽ. എന്താണ് ഈ ഡി ആർ വൈ? ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരം, ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോധം, വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യത്നം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1ാം വർഗത്തിൽ ധാരമാണ് നടുവിൽ വരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ഏത് വരും? 17ാമത്തെ ചോദ്യത്തിൻ്റെ ഓപ്ഷൻ എ തന്നെ വരും അല്ലേ? ധാരം യത്നത്തിനും രോധത്തിനും ഇടയിൽ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് കൺഫ്യൂഷൻ ഇല്ലല്ലോ, ഒന്നും കൂടി പറയണോ? അതായത് ഡി ആർ വൈ, ഇത് ധാരം, ഇത് രോധം, ഇതെന്താണ്? യത്നം.
ഈ ഓർഡറിൽ തന്നെയാണ് ഒന്നാം വർഗ്ഗ ഉത്തോലകം, രണ്ടാം വർഗ്ഗ ഉത്തോലകം, മൂന്നാം വർഗ്ഗം. അതായത് ഒന്നാം വർഗ്ഗ ഉത്തോലകത്തിൽ ധാരമായിരിക്കും നടുവിൽ വരിക. അതായത് നമ്മൾ ആ ഒരു ആധാര ബിന്ദു ഇല്ലേ, ആ ബിന്ദു ആയിരിക്കും ഒന്നാം വർഗ്ഗത്തിൽ നടുവിൽ വരിക. ഏതൊക്കെയാണ് എക്സാമ്പിൾ വരുന്നത്? കത്രിക തന്നെയാണ് അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ. നമ്മൾ പഠിച്ചില്ലേ, ധാരമല്ലേ നടുവിൽ വരിക, ആ പോയിന്റ് അല്ലേ നടുവിൽ വരുന്നത്. പിന്നെ ഏതൊക്കെയുണ്ട്? കപ്പി, പിന്നെ സീസോ, ത്രാസ്, കത്രിക, ഇതൊക്കെ ഒന്നാം വർഗ്ഗമാണ്. രണ്ടാം വർഗ്ഗത്തിൽ ഏതാണ്? രോധമാണ് നടുവിൽ വരിക. രോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രോദനം പഠിച്ചില്ലേ, നമ്മൾ എന്തിനാണോ കീഴ്പ്പെടുത്തുന്നത് അത് നടുവിൽ വരും. അപ്പോൾ ഏതൊക്കെ എക്സാമ്പിൾ പറയാം നമുക്ക്? നാരങ്ങാജക്കി, പാക്കുവെട്ടി, വീൽഭാരോ, ഇതൊക്കെ രണ്ടാം വർഗ്ഗമാണ്. മൂന്നാം വർഗ്ഗത്തിൽ ആരാ നടുവിൽ വരുന്നത്? യത്നമാണ് നടുവിൽ വരുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്ന ബലമാണ് നടുവിൽ വരുന്നത്. അപ്പോൾ അതിന് ഉദാഹരണങ്ങളാണ് ഐസ്റ്റോങ്സ്, ചൂണ്ട, ചവണ, ഇതൊക്കെ മൂന്നാം വർഗ്ഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നമ്മുടെ നഖം വെട്ടുന്നതില്ലേ, നഖം വെട്ടി, അത് ഏതിലാണ് വരിക? നഖം വെട്ടി ഏതിലാണ് വരിക? ഒന്നാം വർഗ്ഗ ഉത്തോലകത്തിലാണ് വരിക. അങ്ങനെയാണെങ്കിൽ ഏതാ ചോദിക്കുക? സീസോ ഏതിലാണ് വരിക? അതും ഒന്നാം വർഗ്ഗത്തിൽ തന്നെയാണ് വരിക. ഇനി ബോട്ടിൽ ഓപ്പണർ ആണെങ്കിലോ, അത് രണ്ടാം വർഗ്ഗത്തിലാണ് വരിക. ഉദാഹരണങ്ങളൊന്ന് പഠിച്ചു വെക്കണേ. ഇവിടെ ചോദ്യമുണ്ട്, രണ്ടാം വർഗ്ഗ ഉത്തോലകങ്ങൾക്ക് ഉദാഹരണം ഏതാണ്? രണ്ടാം വർഗ്ഗമാണ് ചോദിച്ചത്. രണ്ടാം വർഗ്ഗം എന്ന് പറയുന്ന സമയത്ത് ആരാണ്? രോധമാണ് നടുവിൽ വരിക. രോധം നടുവിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണോ കീഴ്പ്പെടുത്തുന്നത് ആ സാധനം നടുവിൽ വരും. ഓക്കെ, അതായത് ഇങ്ങനെ എഴുതാം, രോധം നടുവിൽ. പിന്നെ ആരൊക്കെ ഇപ്പുറത്തും വരുന്നത്? യജ്ഞമുണ്ട്, പിന്നെ ധാരമുണ്ട്. അപ്പോൾ രോധമാണ് നടുവിൽ വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഉദാഹരണം വരുന്നത്? ചവണയും ചൂണ്ടയൊക്കെ മൂന്നാമത്തെയാണെന്ന് നമുക്കറിയാം. അപ്പം 2ഉം 3ഉം പോയി, 2 പോയി, 3 പോയി, എല്ലാം പോയി. അപ്പം നമ്മുടെ ആൻസർ ഏത് വരും? ഓപ്ഷൻ സി വരും. 1ഉം 4ഉമാണ് രണ്ടാം വർഗ്ഗ ഉത്തോലകങ്ങൾക്ക് ഉദാഹരണം. പാക്കുവെട്ടിയും ബോട്ടിൽ ഓപ്പണറും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, 19ാമത്തെ ചോദ്യം, ഒന്നാം വർഗ്ഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ് ചോദിച്ചത്. ഒന്നാം വർഗ്ഗം ഏതൊക്കെയാണുള്ളത്? ചൂണ്ടയും ചവണയും പോയി, അത് നമുക്കറിയാം മൂന്നാം വർഗ്ഗത്തിലാണെന്ന്. അപ്പോൾ 2ഉം 3ഉം വരുന്നതെല്ലാം പോയി. ഇതും പോയി, ഓപ്ഷൻ ഡിയും പോയി. അപ്പോൾ നമ്മുടെ ആൻസർ ഏത് വരും? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. അതായത് 1ഉം 4ഉം ഏതൊക്കെയാണ്? സീസോ, കപ്പി, ഇതൊക്കെ ഒന്നാം വർഗ്ഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. സീസോ, കപ്പി, പ്ലെയർ, കത്രിക, ത്രാസ്, നഖം വെട്ടി, ഇതെല്ലാം ഒന്നാം വർഗ്ഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. അടുത്ത ചോദ്യം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വിമാനം വായുവിൽ ശരിയായി പറക്കുന്നതിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന തത്വം ഏതാണ്? ഏതാ? ബെർണോളിസ് തത്വമാണ്. അതൊന്ന് പഠിക്കണേ. ബെർണോളിസ് തത്വം, ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. എന്താണ് ബെർണോളിസ് തത്വം പറയുന്നത്? നമ്മുടെ വായു അത് വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു. വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു. ഇതാണ് ബെർണോളിസ് തത്വം പറയുന്നത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഇത് തന്നെയാണ്, വിമാനം വായുവിൽ ശരിയായി പറക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ബലം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് എടുത്തത് കഴിഞ്ഞു. അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കായിട്ട് വരാം കേട്ടോ. അപ്പം ഈ ഒരു ടൈമിൽ ചെയ്തുകൊണ്ടാണ് ശബ്ദം കുറച്ച് കുറവാണെന്ന് തോന്നുന്നു. നിങ്ങൾ മാക്സിമത്തിലിട്ട് സ്പീഡിലിട്ട് കണ്ടാൽ മതി കേട്ടോ. ഓക്കെ, ഈ ഒരു ടൈമിലാണ് ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പം തന്നെ അപ്ലോഡ് ചെയ്യാം. നാളെ നമുക്ക് ബാക്കി വീഡിയോസ് ചെയ്യാം കേട്ടോ. അപ്പോൾ LPSAൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ വേറെ ആക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് മലയാളവും ഇംഗ്ലീഷൊക്കെ ഓൾറെഡി നമ്മൾ ചാനലിൽ ഇട്ടിട്ടുള്ളതാണ്. അത് ഞാൻ ആ പ്ലേലിസ്റ്റിലേക്ക് ഇട്ടേക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് സയൻസ് കൂടുതൽ ചെയ്യാൻ നോക്കാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.